ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലെ പത്തനാപുരം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ കൂട്ട അവധി. ഡിപ്പോയിൽ നിന്നുള്ള 15 സർവീസുകൾ മുടങ്ങി. മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ കണ്ടെത്താൻ കെ.എസ്.ആർ.ടി.സി വിജിലൻസ് വിഭാഗം പരിശോധന നടത്തിയിരുന്നു. അതിനിടെയാണ് ജീവനക്കാർ അവധിയെടുത്തത്. മദ്യപിച്ച് ജോലിക്കെത്തിയ 3 പേരെ പിടികൂടി. അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺരാജ്, അവധിയെടുത്തുള്ള പ്രതിഷേധമാണോ നടക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, പ്രതിഷേധം എന്ന് പറയാൻ കഴിയില്ല. വിജിലൻസിനെ പേടിച്ച് ജീവനക്കാർ മുങ്ങിയതാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ പിടികൂടാൻ കെ.എസ്.ആർ.ടി.സി മന്ത്രി കൂടിയായ കെ.ബി. ഗണേഷ് കുമാറാണ് ഈ ഉദ്യോഗസ്ഥർക്ക് വിജിലൻസ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയത്. ഇതിനായി ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനും നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് വിജിലൻസ് വിഭാഗം പത്തനാപുരം ഡിപ്പോയിൽ പരിശോധനയ്ക്കെത്തിയത്. ഈ പരിശോധനയിലാണ് മദ്യപിച്ചെത്തിയ 3 പേരെ ജോലിക്കെത്തിയ 3 പേരെ വിജിലൻസിന്റെ പിടിയിലാകുന്നത്. സഹപ്രവർത്തകർ 3 പേർ പിടിയിലായെന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് 12 ജീവനക്കാർ അവധിയെടുത്ത് മുങ്ങിയത്. 15 സർവീസുകൾ ഇതോടെ മുടങ്ങുകയും ചെയ്തു. പത്തനാപുരത്തിന്റെ ഗ്രാമീണ മേഖലയിലേക്കുള്ള സർവീസുകളാണ് കൂടുതലും മുടങ്ങിയത്. ഇതോടെ യാത്രക്കാർ പലരും ഇപ്പോൾ പെരുവഴിയിലാണ്. ജോലിക്ക് വരാതെ മുങ്ങിയ ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ബദൽ സംവിധാനം ഒരുക്കാനാണ് നിലവിൽ ഓഫീസ് ഡിപ്പോകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മദ്യപിച്ച് ജോലിക്കെത്തിയ 250ഓളം പേരെ കെ.എസ്.ആർ.ടി.സി നേരത്തെ 250 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി പരിശോധന എന്തായാലും തുടരും എന്നുള്ളതാണ്. ഏതായാലും മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഡിപ്പോയിൽ 12 ജീവനക്കാർ അവധിയെടുത്ത്, അത് മുൻകൂറായി അനുമതി വാങ്ങാതെ അവധിയെടുത്ത് മുങ്ങുകയായിരുന്നു. അത് വിജിലൻസിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് അവധിയെടുത്ത് മുങ്ങിയത്. അരുൺരാജ്, ഇവര് രാവിലെ ജോലിക്ക് എത്തുകയും ഈ പരിശോധന ഉണ്ടെന്നറിഞ്ഞ് മുങ്ങുകയുമായിരുന്നോ? തീർച്ചയായും ഇന്ന് വിജിലൻസിന്റെ പരിശോധന രാവിലെ തുടങ്ങി. 3 ജീവനക്കാർ പിടിയിലായെന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് ബാക്കിയുള്ള ജീവനക്കാർ ഈ മുൻകൂർ അവധി ചോദിക്കാതെ തന്നെ പെട്ടെന്ന് ഒരു അവധി ആവശ്യം മുന്നോട്ട് വെക്കുകയും പോവുകയും ചെയ്തു. അങ്ങനെ 12 ജീവനക്കാർ മുങ്ങി എന്നുള്ളതാണ് ഡിപ്പോയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവീസുകൾ മുടങ്ങുന്ന സാഹചര്യം അടക്കം ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ ഈ വിജിലൻസ് വിഭാഗം റിപ്പോർട്ട് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് കൈമാറി. യാത്രാ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാലും മന്ത്രിയുടെ ഓഫീസ് ഇതിന് ബദൽ നിർദ്ദേശം, എന്തെങ്കിലും ബദൽ യാത്രാ മാർഗങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഡിപ്പോയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ള അറിയിപ്പും ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ശരി, അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്.